ആര്യകാലഘട്ടം അല്ലെങ്കിൽ വേദകാലഘട്ടത്തിൽ തന്നെ രണ്ട് തരത്തിലുള്ള സംസ്കാരങ്ങൾ നിലനിന്നിരുന്നു. ഈ രണ്ട് കാലഘട്ടങ്ങളിലെ ആചാരാനുഷ്ഠാനങ്ങളിലും സാമൂഹിക വ്യവസ്ഥിതിയിലും ഭരണത്തിലും ജാതി വ്യവസ്ഥയിലും സമൂഹത്തിലെ സ്ത്രീകളുടെ സ്ഥാനമാനങ്ങളിൽ പോലും വ്യത്യാസങ്ങൾ നിലനിന്നിരുന്നു. BC 1500 BC 1000 കാലഘട്ടത്തിനിടയിൽ നിലനിന്നിരുന്ന ഏർലി വേദിക് പീരീഡിലെ ജനങ്ങൾ പ്രത്യേകം ഓരോ കുടുംബങ്ങളായി ജീവിച്ചവരായിരുന്നു. ഗൃഹ അല്ലെങ്കിൽ കുലം എന്നറിയപ്പെടുന്ന ഇത്തരം കുടുംബങ്ങളിലെ പുരുഷനെ ഗൃഹപതി എന്നും സ്ത്രീയെ സപത്നി എന്നും അറിയപ്പെട്ടിരുന്നു. ഇതുപോലെയുള്ള ഒരുപാട് കുലം ചേർന്ന് ഗ്രാമവും ഗ്രാമങ്ങൾ ചേർന്ന് വിഷ് എന്ന ഇന്നത്തെ താലൂക്കായും ഒരുപാട് വിഷ്കൾ ചേർന്ന് ജന അല്ലെങ്കിൽ രാജ്യമായും മാറി. പോപ്പുലേഷൻ വളരെ കുറവുള്ള ഈ കാലഘട്ടത്തിൽ രാജ്യത്തിന്റെ വിസ്തൃതിയും വളരെ ചെറുതായിരുന്നു. ഇക്കൂട്ടത്തിൽ ഏറ്റവും പ്രായമുള്ള സാധാരണക്കാരനായ ഒരു വ്യക്തിയായിരുന്നു ഈ രാജ്യത്തിന്റെ രാജൻ അല്ലെങ്കിൽ രാജാവായി നിയമിതനായിരുന്നത്. സ്ഥിരമായ ഒരു സൈന്യമില്ലാത്ത ഈ രാജാവിനെ നിയന്ത്രിക്കാനായി ജനസഭകൾ അല്ലെങ്കിൽ ഗോത്രസഭകൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചൊരു വരുമാനമില്ലാതിരുന്ന രാജാവിനായി ജനങ്ങൾ സ്വയമേ ബലി എന്നറിയപ്പെടുന്ന ഒരു വരുമാനവും കൊടുത്തുപോരുന്നു. ഇത്തരത്തിലുള്ള ഗോത്രസഭകളാണ് വിധാത, ഗണ, സഭ, സമിതി എന്നിവ. ആര്യകാലഘട്ടത്തിലെ ഏറ്റവും പ്രാചീന ഗോത്രസഭ വിധാതയും സൈനിക കാര്യങ്ങളിൽ ഇടപെടാനുള്ള ഗോത്രസഭ ഗണയുമാണ്. ജനകീയ സമിതികളായ സഭ, സമിതി എന്നിവ യഥാക്രമം ബ്രാഹ്മണർക്കും പ്രഭുക്കന്മാർക്കും മാത്രം അംഗത്വമുള്ള സഭയും പിന്നീടുള്ളത് സാധാരണക്കാരുടെയും അസംബ്ലിയാണ്. ജോലിയുടെ അടിസ്ഥാനത്തിൽ പ്രീസ്റ്റ്, സോൾജിയേഴ്സ്, കോമൺ പീപ്പിൾ എന്നിങ്ങനെ മൂന്നായി ഈ കാലഘട്ടത്തിലെ ജനങ്ങളെ തിരിച്ചിരുന്നു. മൃഗപരിപാലനവും ഇടയ ജീവിതവും നയിച്ചിരുന്ന ഇവർ ബാർലി കൃഷിയും ചെയ്തു പോരുന്നു. ഇത്തരത്തിൽ ഗ്രാമീണ ജീവിതം നയിച്ചിരുന്ന ഇവർ പാലും പാലുൽപ്പന്നങ്ങളും പ്രധാന ഭക്ഷണമായി ഉപയോഗിച്ചു. പശുവിന്റെ എണ്ണത്തിനനുസരിച്ച് സാമ്പത്തിക സ്ഥിതി വിലയിരുത്തിയിരുന്ന അന്നത്തെ സമൂഹത്തിലെ പ്രധാനപ്പെട്ട കുറ്റകൃത്യമായിരുന്നു പശുവിനെ തട്ടിക്കൊണ്ടുപോകൽ. ഇവ ഒടുവിൽ യുദ്ധത്തിലും കലാശിക്കുമായിരുന്നു. ദൈവങ്ങളായി ഇന്ദ്രനെയും വരുണനെയും അഗ്നിയെയും മരുതിനെയും ആരാധിച്ചിരുന്ന ഇക്കൂട്ടർ വിഗ്രഹാരാധന നടത്തിയിരുന്നില്ല. ബാർട്ടർ സമ്പ്രദായം കൈമാറ്റ വ്യവസ്ഥയിൽ സ്വീകരിച്ചിരുന്ന ഇവർ നിഷ്ക എന്നറിയപ്പെടുന്ന സ്വർണ്ണ നാണയങ്ങളും ഉപയോഗിച്ചിരുന്നതായി ചരിത്രം പറയുന്നു. കഴിഞ്ഞില്ല ഇവരുടെ വിശേഷങ്ങൾ. ഈ കാലഘട്ടത്തിലെ ജനങ്ങളുടെ ജീവിത സാമൂഹിക രീതികൾ മനസ്സിലാക്കിയിരുന്നത് അക്കാലഘട്ടത്തിൽ രചിക്കപ്പെട്ട ആദ്യ വേദമായ ഋഗ്വേദത്തിലൂടെയാണ്. കേരള PSC, SSC, കാസ്, UPSC എക്സാംസിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഇത്തരം ടോപ്പിക്സുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്കായി ഞങ്ങളുടെ YouTube ചാനൽ സന്ദർശിക്കുക.